പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫിസിക്സിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് സൗണ്ട്. പേജ് നമ്പർ 157. അതായത് ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പേജിൽ ഇൻട്രൊഡക്ഷനായിട്ട് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ബെല്ല് റിങ് ചെയ്യുന്ന ഇതാണ് കാണിക്കുന്നത്. ദോ ദ ബെല്ല് ഈസ് വർക്കിംഗ് ദ സൗണ്ട് ക്യാൻ ബി ഹിയർഡ് അല്ലേ. അതായത് അവിടെ ബെല്ല് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ എൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. The child cannot hear the sound even though the alarm inside the bell jar is ringing. അതായത് ഈ ബെൽ ജാറിനുള്ളിൽ വെച്ചിരിക്കുന്ന അലാറം റിങ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ കുട്ടിക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല. വാട്ട് ഈസ് ദ റീസൺ? ഹാവിൻ യു ഓൾസോ ഹാഡ് സച്ച് ഡൗട്ട്? ഇതേപോലെയുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. വി ഹിയർ മെനി നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് സൗണ്ട്. ക്യാൻ യു ഇമാജിൻ എ വേൾഡ് വിത്തൗട്ട് സൗണ്ട്? വാട്ട് ഈസ് സൗണ്ട്? അതായത് നമ്മൾ ഒരുപാട് നാച്ചുറലായിട്ടും മാൻമെയ്ഡ് ആയിട്ടുള്ള സൗണ്ട്സ് നമ്മൾ കേൾക്കുന്നുണ്ട്. ശബ്ദമില്ലാത്തൊരു ലോകത്തെക്കുറിച്ചല്ലേ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. ഇനി എന്താണ് സൗണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ആർ ദ സൗണ്ട് ഫെമിലിയർ ടു യു? നിങ്ങൾക്ക് പരിചയമുള്ള കുറച്ച് സൗണ്ട്സിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞത്. 3 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ റിങ്ങിങ് സൗണ്ട് ഓഫ് ദ സ്കൂൾ ബെൽ, ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളൊരു സൗണ്ട്. ദ സോങ് ഓഫ് കുക്കൂസ്, ദ റോളിംഗ് സൗണ്ട് ഓഫ് തണ്ടർ അല്ലേ, ഇടിയുടെ ശബ്ദം. അതേപോലെ ദ സൗണ്ട് ഓഫ് വാട്ടർഫാൾ അല്ലേ. നമുക്ക് ഒരുപാട് സൗണ്ട് എഴുതാൻ പറ്റും എക്സാമ്പിളായിട്ട്. സൗണ്ട് ഈസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് ഗീവ്സ് ദ സെൻസ് ഓഫ് ഹിയറിംഗ്. അതായത് കേൾവി എന്ന് പറഞ്ഞ ഒരു സെൻസേഷൻ നൽകുന്ന ഒരു എനർജി ഫോമാണ് സൗണ്ട്. ദെൻ ലിസ്റ്റ് എ സിറ്റുവേഷൻ വെർ സൗണ്ട് ഈസ് യൂസ്ഫുൾ ഇൻ ഡെയിലി ലൈഫ്. നമുക്ക് ഡെയിലി ലൈഫിൽ സൗണ്ട് കൊണ്ട് എന്തൊക്കെ യൂസ്ഫുള്ളാണ് ഉണ്ടാവുന്നത്, എന്തൊക്കെ ഉപയോഗങ്ങളാണുള്ളത്? ടു എൻജോയ് മ്യൂസിക്. ദെൻ അടുത്ത പോയിന്റ് നമുക്ക് എഴുതാം ഫോർ കമ്മ്യൂണിക്കേഷൻ. മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സൗണ്ട് അത്യാവശ്യമാണ്. ദെൻ ഹൗ ഈസ് സൗണ്ട് പ്രൊഡ്യൂസ്ഡ്? എങ്ങനെയാണ് ഈ സൗണ്ട് ഉണ്ടാവുന്നത്? ഇവിടെ ഒരു ആക്ടിവിറ്റി പറയുന്നുണ്ട്. മേക്ക് എ ഡിവൈസ് ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് സൗണ്ട് യൂസിങ് എ പെൻസിൽ ബോക്സ്, റബ്ബർ ആൻഡ് പെൻസിൽസ് ആർ ഷോൺ ഇൻ ഫിഗർ. അതായത് ഫിഗർ 8.2 കാണിച്ചതുപോലെ പെൻസിൽ ബോക്സും റബ്ബറും പെൻസിലും യൂസ് ചെയ്തിട്ട് ഒരു ഡിവൈസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പുൾ ദ മിഡിൽ ഓഫ് ദ റബ്ബർ ബാൻഡ് ആൻഡ് റിലീസ്. അതായത് ഈ റബ്ബർ ബാൻഡ് സെൻട്രലിലുള്ള റബ്ബർ ബാൻഡ് ഇങ്ങനെ മുകളിലേക്ക് വലിച്ചിട്ട് റിലീസ് ചെയ്യാം. ഡു യു ഹിയർ സൗണ്ട്? നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുമോ? യെസ്. ഡു യു ഫീൽ ദ റബ്ബർ ബാൻഡ് മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത് റാപ്പിഡ്ലി? അതായത് ആ റബ്ബർ ബാൻഡ് മുന്നോട്ടും പുറകോട്ടും പെട്ടെന്ന് പോകുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലേന്ന്? യെസ് അല്ലേ. അത് ജസ്റ്റ് നമ്മൾ റബ്ബർ ബാൻഡ് മാത്രം വലിച്ചു പിടിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് പുഷ് ചെയ്തിട്ടുണ്ട്, ഒന്ന് മുകളിലേക്ക് വലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വൈബ്രേഷൻ പോലെ അവിടെ കാണാൻ പറ്റും. വാട്ട് കൈൻഡ് ഓഫ് മോഷൻ ഈസ് റബ്ബർ ബാൻഡ്? റബ്ബർ ബാൻഡിൻ്റെ ഏത് ടൈപ്പ് മോഷനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ ടിക്ക് ചെയ്യാനാണ്, വൈബ്രേഷൻ ടിക്ക് ചെയ്യാൻ. യു ആർ ഫെമിലിയർ വിത്ത് ടോയ്സ് ദാറ്റ് മേക്ക് സൗണ്ട് വിച്ച് ആർ ദേ? ഇവിടെ കുറച്ച് ടോയ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓലപ്പീപ്പി, പേപ്പർ വിസിൽ, ചിരട്ട വീണ. അതായത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് ടോയ്സിൻ്റെ ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. മേക്ക് യുവർ ഫേവറേറ്റ് ടോയ് ആൻഡ് ലിസൺ ടു ഇറ്റ് സൗണ്ട്. ഡിസ്കസ് ഹൗ ഇറ്റ് പ്രൊഡ്യൂസ് സൗണ്ട് ആൻഡ് റൈറ്റ് ഇൻ യുവർ സെൻസറി. അതായത് ഇതിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോയ് ഉണ്ടാക്കാനും അതിൻ്റെ സൗണ്ട് കേൾക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റൊരു ആക്ടിവിറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എക്സൈറ്റ് വൺ പ്രോൺ ഓഫ് എ ട്യൂണിംഗ് ഫോർക്ക് ബൈ സ്ട്രൈക്കിംഗ് ഇറ്റ് വിത്ത് എ റബ്ബർ ഹാമർ. ബ്രിങ് ദ എക്സൈറ്റഡ് ട്യൂണിംഗ് ഫോർക്ക് ക്ലോസ് ടു ഇയർ. അതായത് ഒരു ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്യുക, അത് റബ്ബർ ഹാമറിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഡെസ്കിൽ വെച്ചിട്ടൊക്കെ എക്സൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ സൗണ്ട് നമ്മൾ ആ ഒരു അതിൻ്റെ ഒരു സൈഡ് നമ്മൾ പ്രോങ് എന്ന് പറഞ്ഞ ഒരു വശം അത് നമ്മുടെ ചെവിയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ സൗണ്ട് നമുക്ക് നല്ലപോലെ കേൾക്കാൻ പറ്റും. ഭയങ്കര ഒരു മൂളൽ പോലുള്ളൊരു സൗണ്ട്. ക്യാൻ യു ഹിയർ ദ സൗണ്ട് അല്ലേ? യെസ്. ജെൻലി ടച്ച് ദ പ്രോങ് ഓഫ് ദ ട്യൂണിംഗ് ഫോർക്ക്. ഡോണ്ട് യു ഫീൽ ദ വൈബ്രേഷൻ ഇൻ ദ പ്രോങ്സ് ഓഫ് ദ ട്യൂണിംഗ് ഫോർക്ക്? ജസ്റ്റ് നമ്മൾ ആ പ്രോങ്ങിൽ അതിൻ്റെ സൈഡിൽ തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വൈബ്രേഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും. എക്സൈറ്റ് ദ ട്യൂണിംഗ് ഫോർക്ക് ആൻഡ് ടച്ച് ദ പ്രോങ്സ് ജെൻലി ഓൺ ദ സർഫസ് ഓഫ് ദ വാട്ടർ ഇൻ ദ ബൗൾ ആ ഷോൺ ഇൻ ഫിഗർ. അതേപോലെ ഒരു ട്യൂണിംഗ് ഫോർക്ക് എന്ത് ചെയ്യുക, എക്സൈറ്റ് ചെയ്ത് അതിന് ശേഷം പെട്ടെന്ന് തന്നെ ആ ട്യൂണിംഗ് ഫോർക്ക് വാട്ടറിൽ ഡിപ്പ് ചെയ്യുക. വെള്ളത്തിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഡിപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡോണ്ട് ദ വൈബ്രേഷൻ ഓഫ് ദ ട്യൂണിംഗ് ഫോർക്ക് കോസ് ദ സ്പ്ലാഷിംഗ് ഓഫ് വാട്ടർ. അതായത് നമ്മൾ ആ ട്യൂണിംഗ് ഫോർക്ക് അതിൽ വെക്കുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിൽ കല്ലിട്ടാലുണ്ടെന്ന പോലെ ഒരു ഫീലിങ്സ്, അതിൽ ഓളങ്ങളുണ്ടാവും. എക്സൈറ്റ് ദ ട്യൂണിംഗ് ഫോർക്ക് അഗെയിൻ ആൻഡ് ഹോൾഡ് ബോത്ത് ഇറ്റ് പ്രോങ് ഫോങ്ലി വിത്ത് യുവർ ഹാൻഡ്സ്. ക്യാൻ യു ഹിയർ സൗണ്ട്? നിങ്ങൾക്ക് ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഈസ് ദ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റിംഗ് നൗ? ആ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന്. വാട്ട് ഈസ് ദ ഇൻഫറൻസ് ഡോൺ ഫ്രം ദ ഒബ്സെഷൻ? അതായത് ഇവിടെ അവസാനം ഈ ഒരു ബോക്സിലായിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വൈബ്രേഷൻ ഓഫ് ഒബ്ജക്റ്റ്. അതായത് ഇവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വൈബ്രേഷൻ മൂലം, ഒബ്ജക്ട്സിൻ്റെ വൈബ്രേഷൻ മൂലമാണ്. സൗണ്ട് സോഴ്സസ് ആർ ഒബ്ജക്ട്സ് ദാറ്റ് പ്രൊഡ്യൂസ് സൗണ്ട്. അതായത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സസിനാണ് സൗണ്ട് സോഴ്സസ് എന്ന് പറയുക, ഒബ്ജക്റ്റിനാണ് സൗണ്ട് സോഴ്സസ് എന്ന് പറയുക. റൈറ്റ് ഡൗൺ എക്സാമ്പിൾസ് ഓഫ് സൗണ്ട് സോഴ്സസ്.
ട്യൂണിംഗ് ഫോർക്ക്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, തണ്ടർ, വാട്ടർഫാൾ, ഏതെങ്കിലും സൗണ്ട് സോഴ്സ് എഴുതിയാൽ മതി. ഹവ് യു എവർ നോട്ടീസ്ഡ് ദ പാർട്സ് ദാറ്റ് വൈബ്രേറ്റ് വൈൽ പ്ലേയിങ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്? അതായത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് പ്ലേ ചെയ്യുന്ന സമയത്ത് ഏത് പാർട്സാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ലിസ്റ്റ് ദ നെയിംസ് ഓഫ് ദ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് യു ആർ ഫെമിലിയർ വിത്ത് ഇൻ സയൻസ് ഡയറി. രണ്ടെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫ്ലൂട്ടും മൃദംഗവും. അതിൻ്റെ കൂടെ തബല ഏതെങ്കിലും ഇതാ. വിച്ച് ആർ ദ വൈബ്രേറ്റിംഗ് പാർട്സ് ഓഫ് ദ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് യു ഹാവ് ലിസ്റ്റഡ്? ആ ലിസ്റ്റ് ചെയ്തതിൻ്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ വൈബ്രേറ്റിംഗ് പാർട്സ് ഏതാണെന്ന് എഴുതാനാണ്. ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ടേബിൾ 8.1 ഫില്ല് ചെയ്യാനുണ്ട്. അത് ഫസ്റ്റ് കോളത്തിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് കൊടുത്തത്. സെക്കൻഡ് ദ മെയിൻ പാർട്ട് ദാറ്റ് വൈബ്രേറ്റ് ആൻഡ് പ്രൊഡ്യൂസസ് സൗണ്ട്. ദെൻ തേർഡ് ബോക്സിൽ അസോസിയേറ്റഡ് വൈബ്രേറ്റിംഗ് പാർട്ട്. അതായത് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് വർക്ക് ചെയ്യുമ്പോൾ ഒരു മെയിൻ പാർട്ടും വൈബ്രേറ്റ് ചെയ്യും, അതിൻ്റെ കൂടെ കുറച്ച് പാർട്സ് അസോസിയേറ്റ് ആയിട്ടും ചില പാർട്സുകളും വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വീണ. വീണയിൽ മെയിൻ പാർട്ടെന്ന് പറഞ്ഞാൽ സ്ട്രിങ്സ് ആണ്. അസോസിയേറ്റഡ് പാർട്ടെന്ന് പറഞ്ഞാൽ എയറും വുഡൻ ഫ്രെയിമുമാണ്, അല്ലെങ്കിൽ ഫ്രെയിം എന്ന് എഴുതിയാലും മതി. വയലിനിൽ വരുന്നത് സ്ട്രിങ്സ് ആണ്, അവിടെയും എയറും ഫ്രെയിമും. ദെൻ ഇലത്താളം. ഇലത്താളത്തിൽ മെറ്റൽ സർഫസ് ആണ് മെയിൻ പാർട്ടായിട്ട് വരുന്നത്, അസോസിയേറ്റഡ് പാർട്ട് എയർ. ദെൻ തബലയിൽ ലെതർ ഡയഫ്രം. ദെൻ അതിൽ അസോസിയേറ്റഡ് പാർട്ട് വരുന്നത് എയർ കോളം ഇൻ തബലയും വുഡൻ ഫ്രെയിമുമാണ്. ദെൻ ഹാർമോണിയത്തിൽ റീഡ്സ് ആണ് മെയിൻ പാർട്ട്, അതിൻ്റെ അസോസിയേറ്റഡ് പാർട്ടായിട്ട് വരുന്നത് എയറും ഫ്രെയിമും. ദെൻ ചെണ്ടയിൽ ലെതർ ഡയഫ്രം ആണ് മെയിൻ പാർട്ട്, അസോസിയേറ്റഡ് പാർട്ട് എന്ന് പറയുന്നത് ദ വുഡൻ ഫ്രെയിമും എയർ കോളം ഇൻസൈഡ് ദ ചെണ്ടൈ. എവറി സോഴ്സ് ഓഫ് സൗണ്ട് ഹാസ് എ മെയിൻ പാർട്ട് ദാറ്റ് വൈബ്രേറ്റ്. The sound we hear from a source of sound is the result of the vibration of various parts of the source and the vibration of the surrounding air. അതായത് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൽ അല്ലെങ്കിൽ ഒരു സൗണ്ട് നമ്മൾ കേൾക്കുന്നത് അതായത് കുറേ പാർട്സിൻ്റെ ടോട്ടൽ പാർട്സ് ഓഫ് സോഴ്സിൻ്റെ വൈബ്രേഷനും അതിൻ്റെ കൂടെ തന്നെ ചുറ്റുപാടുള്ള എയറിൻ്റെ വൈബ്രേഷനും കൂടെ എല്ലാത്തിൻ്റെയും കൂടെ ഓവറോൾ സൗണ്ടാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. The vibrations of the main part and associated part help to make the sound from the musical instrument more pleasant and intense. അതായത് ഈ മെയിൻ പാർട്ടിൻ്റെയും അസോസിയേറ്റഡ് പാർട്ടിൽ നിന്നുള്ള സൗണ്ട്, ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിലെ ഈ ഭാഗങ്ങളിൽ നിന്നുള്ള സൗണ്ടാണ് ഈ സൗണ്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്ലസൻറ്റും ഇൻറ്റൻസും ആക്കി മാറ്റുന്നത്, കേൾക്കാൻ നല്ല ഇമ്പമുള്ളതാക്കി മാറ്റുന്നത്. വിച്ച് പാർട്ട് വൈബ്രേറ്റ് മെയിൻലി വെൻ ഐ സ്പീക്ക്? ടച്ച് യുവർ ത്രോട്ട് വൈൽ സ്പീക്കിംഗ് ലൗഡ്ലി. ഡോണ്ട് യു ഫീൽ ദ വൈബ്രേഷൻ? അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ തൊണ്ടയിൽ അവിടെ കൈവച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ആ വൈബ്രേഷൻ ഫീൽ ചെയ്യും. സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ ദ വോക്കൽ കോഡ്സ് ഇൻ ദ അപ്പർ പാർട്ട് ഓഫ് ദ ലാറിങ്സ് വൈബ്രേറ്റ്. അതായത് ലാറിങ്സുള്ള അപ്പർ പാർട്ട് അവിടെയുള്ള വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്താണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആർ ദ വോക്കൽ കോഡ്സ് ദ ഓൺലി പാർട്ട് ദാറ്റ് വൈബ്രേറ്റ് വെൻ വി സ്പീക്ക്? നമ്മൾ ഓൾറെഡി മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒക്കെ പറഞ്ഞു, ഒരു മെയിൻ വൈബ്രേറ്റിംഗ് പാർട്ടും അതേപോലെ അസോസിയേറ്റഡും ഉണ്ടാവും. അതുപോലെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വോക്കൽ കോഡാണ് മെയിനായിട്ടുള്ള വൈബ്രേറ്റിംഗ് പാർട്ട്. അസോസിയേറ്റ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ മസിൽസ് ഉണ്ടാവും, അതേപോലെ ത്രോട്ടും ലിപ്സൊക്കെ വരും. വിച്ച് ഈസ് എ മെയിൻ പാർട്ട് ദാറ്റ് വൈബ്രേറ്റ് വെൻ ദ ഫോളോയിങ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ പ്ലേഡ്? മൃദംഗമാണ്, മൃദംഗത്തിൻ്റെത് ലെതർ ഡയഫ്രം. ദെൻ ഫ്ലൂട്ട് എയർ കോളം, ഗിറ്റാറ് സ്ട്രിങ്. ലിസ്റ്റ് ദ നെയിംസ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഇൻ വിച്ച് ദ എയർ കോളം വൈബ്രേറ്റ് ആസ് എ മെയിൻ ഓർ അസോസിയേറ്റഡ് പാർട്ട്. എയർ കോളം മെയിനായിട്ടോ അസോസിയേറ്റഡ് പാർട്ടായിട്ടോ വൈബ്രേറ്റ് ചെയ്യുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞത്. നമുക്ക് കുറേ ഒരുപാടുണ്ട് എഴുതാൻ. ഫ്ലൂട്ട്, ഹാർമോണിയം, പിയാനോ, വയലിൻ, തബല, ഏതെങ്കിലും 2-3 എഴുതിയാൽ മതി. ഇതിനിവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ. ഹണി ബീൽ ക്രിയേച്ചർ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കോളുണ്ട്. സെക്കൻഡ് പാർട്ട് ദാറ്റ് വൈബ്രേറ്റ് ടു പ്രൊഡ്യൂസ് സൗണ്ട്. അതായത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്ട് ഏതാണെന്നാണ്. ഹണി ബീൽ വിങ്സ്, ചിറകുകളാണ്. എലഫൻറ്റിൽ വോക്കൽ കോഡ്. മോസ്കിറ്റോയിൽ വിങ്സ് ആണ്. സിക്കാഡ അല്ലെങ്കിൽ ചീവിടിൽ ടിമ്പൽ. കൊക്കൂൽ വോക്കൽ കോഡ്. ദെൻ പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട്, അതായത് സൗണ്ടിൻ്റെ പ്രൊപ്പഗേഷൻ, സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്. ഇവിടെ ഒരു ആക്ടിവിറ്റി പറയുന്നുണ്ട്. ഹാങ് എ ബാറ്ററി ഓപ്പറേറ്റഡ് ബസർ ഇൻസൈഡ് എ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് കണ്ടെയ്നർ. അറ്റാച്ച് എ പ്ലാസ്റ്റിക് ട്യൂബ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ ആൻഡ് ക്ലോസ് ദ കണ്ടെയ്നർ. അതായത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ കുപ്പി എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാം, ഒരു ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ബസർ വെക്കുക. ദെൻ അതിലെന്ത് ചെയ്യുക, ഒരു ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ട്, പ്ലാസ്റ്റിക് ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബാറ്ററി ഓൺ ആക്കുന്ന സമയത്ത് ക്യാൻ യു ഹിയർ സൗണ്ട്? യെസ് അല്ലേ, നമുക്ക് സൗണ്ട് കേൾക്കാൻ കഴിയും. ഡ്രോ ദി എയർ ഇൻസൈഡ് ദ കണ്ടെയ്നർ ഇൻ ടു ദ മൗത്ത് ത്രൂ ദ ട്യൂബ് അറ്റാച്ച് ടു ദ കണ്ടെയ്നർ. അതായത് ഇവിടെ ഓൾറെഡി ട്യൂബ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ആ ട്യൂബ് വഴി എന്ത് ചെയ്യുക, അവിടെ നിന്ന് കുറച്ച് എയർ പുറത്തേക്ക് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡു യു സെൻസ് ദ സൗണ്ട് ഓഫ് ഡിമിനിഷിങ്?
ഈ സൗണ്ട് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അപ്പോൾ നമുക്ക് സൗണ്ട് കുറഞ്ഞതായിട്ട് തോന്നും. യെസ്. ട്രൈ റിമൂവിങ് സം മോർ എയർ. വീണ്ടും കുറച്ചുകൂടെ എയർ റിമൂവ് ചെയ്യാൻ. ഡസിൻറ്റ് ദ സൗണ്ട് ഡിക്രീസ് അഗെയിൻ. സൗണ്ട് വീണ്ടും കുറയുന്നില്ലേ? യെസ്. കുഡ് യു ഹാവ് ഹിയർഡ് ദ സൗണ്ട് ഇഫ് ദ എയർ ഹാഡ് ബീൻ കംപ്ലീറ്റ്ലി റിമൂവ്ഡ്. ഈ എയർ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്താൽ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. വാട്ട് ക്യാൻ ബി ഇൻഫേർഡ് ഫ്രം ദിസ് എക്സ്പെരിമെൻറ്റ്? അല്ലേ, എയർ ഈസ് നീഡഡ് ഫോർ ട്രാവലിംഗ് സൗണ്ട്. എയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ എയറാണ് ആവശ്യമുള്ളത്. പക്ഷേ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന സമയത്ത് എന്ത് ചെയ്യുക, അല്ലേ, നമുക്ക് എന്ത് വേണം? ഏതെങ്കിലും ഒരു മീഡിയം. എ മീഡിയം ഈസ് നെസസറി ഫോർ ട്രാവലിംഗ് സൗണ്ട്. സൗണ്ട് ട്രാവൽ ത്രൂ എയർ ആൻഡ് റീച്ചസ് അവർ ഇയേഴ്സ്. സൗണ്ട് കനോട്ട് ട്രാവൽ ത്രൂ വാക്വം. അതായത് സൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? എയറിലൂടെ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മളെ ചെവിയിലെത്തുന്നത്. ഈ ബോട്ടിലിനകത്ത് എയർ ഇല്ലാത്തത് കൊണ്ട് അവിടെ ഉണ്ടാകുന്ന സൗണ്ട് എന്ത് ചെയ്യുന്നില്ല, അവിടുന്ന് ട്രാവൽ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. സൗണ്ട് ക്യാനോട്ട് ട്രാവൽ ത്രൂ വാക്വം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. സൗണ്ടിന് വാക്വത്തിലൂടെ അല്ലെങ്കിൽ ശൂന്യതയിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല. ടേക്ക് എ ലുക്ക് അറ്റ് ദ പിക്ചർ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ലെസൺ. അല്ലേ, നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് ഇൻട്രൊഡക്ഷനിൽ ഒരു പിക്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പിക്ചറിൽ ബെല്ല് റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ കുട്ടിക്ക് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ ഒരു വാക്വം പമ്പ് യൂസ് ചെയ്തിരുന്നു. ആ വാക്വം പമ്പ് യൂസ് ചെയ്തിട്ട് എയർ ഇങ്ങനെ റിമൂവ് ചെയ്തുകൊണ്ട് അതിനുള്ളിൽ ആ ജാറിൻ്റെ ഉള്ളിൽ എയർ ഇല്ലാത്തത് കൊണ്ടാണ് ആ സൗണ്ട് കേൾക്കാതിരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. Now it is understood why the sound of the alarm inside the bell jar could not be heard outside the jar. അതായത് ഈ ജാറിൻ്റെ ഉള്ളിലുള്ള അലാറം നമുക്ക് പുറമേക്ക് കേൾക്കാൻ കഴിയാത്തത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. വെൻ ദ എയർ ഇൻസൈഡ് ഈസ് ഇവാക്വേറ്റഡ് വിത്ത് എ വാക്വം പമ്പ്. അതിനുള്ളിലുള്ള എയർ എന്ത് ചെയ്തു? റിമൂവ് ചെയ്തിരുന്നു അല്ലെങ്കിൽ ഇവാക്വേറ്റ് ചെയ്തിരുന്നു ഒരു വാക്വം പമ്പ് യൂസ് ചെയ്തിട്ട്. ദെൻ ഡസ് സൗണ്ട് ട്രാവൽ ഓൺലി ത്രൂ എയർ. സൗണ്ട് എയറിലൂടെ മാത്രമാണോ ട്രാവൽ ചെയ്യുന്നത്? ലെറ്റ്സ് ഡു 2 more activities in connection with the propagation of sound. ഇവിടെ ഒരു ആക്ടിവിറ്റി പറയുന്നത്, ലെറ്റ് ദ ചിൽഡ്രൻ പ്ലേസ് ദെയർ ഇയേഴ്സ് ഓൺ ദ ഡെസ്ക്. ആസ്ക് അനദർ ചൈൽഡ് ടു എക്സൈറ്റ് ദ ട്യൂണിംഗ് ഫോർക്ക് ആൻഡ് പ്രസ് ഫേംലി ഇൻ ദ ഇറ്റ് സ്റ്റെം ഓൺ ദ ഡെസ്ക്. അതായത് ഒരു ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരറ്റം ഡെസ്കിൽ വെക്കാനാണ് പറയുന്നത്. അപ്പോൾ ഡെസ്കിൽ കുട്ടികൾ ഇങ്ങനെ ചെവി വെക്കുന്നുണ്ട്. ക്യാൻ യു ഹിയർ ദ സൗണ്ട്? സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. യെസ്. ഇൻ ദിസ് സിറ്റുവേഷൻ വിച്ച് ആർ ദ മീഡിയം ത്രൂ വിച്ച് സൗണ്ട് ഈസ് ട്രാൻസ്മിറ്റഡ്. അപ്പോൾ ഏതൊക്കെ മീഡിയത്തിലൂടെ ആയിരിക്കും സൗണ്ട് ട്രാൻസ്മിറ്റ് ചെയ്തത്? എയറും ഡെസ്കും. ഇതേപോലെ ഒരു എക്സ്പെരിമെൻറ്റ് വെറുതെ നമ്മൾ ട്യൂണിംഗ് ഫോർക്ക് വേണമെന്നില്ല. ജസ്റ്റ് ഡെസ്കിൻ്റെ മേലെ ചെവി വെക്കുക, എന്നിട്ട് ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ കൊട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രാച്ച് ചെയ്താലൊക്കെ അതിൻ്റെ സൗണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. ക്യാൻ സൗണ്ട് ട്രാവൽ ത്രൂ സോളിഡ്? സൗണ്ടിന് സോളിഡിലൂടെ ട്രാവൽ ചെയ്യാൻ കഴിയുമോ എന്നാണ് ചോദ്യം. സൗണ്ട് ക്യാൻ ഓൾസോ ട്രാവൽ ത്രൂ സോളിഡ്. അല്ലേ, നമ്മൾ ഓൾറെഡി പഠിച്ചു സൗണ്ടിന് എയറിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഗ്യാസിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സൗണ്ടിന് എന്തിലൂടെയും ട്രാവൽ ചെയ്യാൻ പറ്റും? സോളിഡ്സിലൂടെയും ട്രാവൽ ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഇഫ് സോ ക്യാൻ സൗണ്ട് ട്രാവൽ ത്രൂ ലിക്വിഡ്. അപ്പോൾ നമ്മൾ ടേക്ക് വാട്ടർ ഇൻ എ ബക്കറ്റ്, ഇമേഴ്സ് എ സ്റ്റീൽ ബോൾ ഇൻ വാട്ടർ ആൻഡ് ടാപ്പ് ദ വിത്ത് എ സ്പൂൺ. ക്യാൻ യു ഹിയർ ദ സൗണ്ട്? അതായത് ഒരു ബക്കറ്റിൽ വെള്ളം എടുക്കുക, അതായത് ഇപ്പോൾ സ്റ്റീലിൻ്റെ ഒരു ലഞ്ച് ബോക്സ് എടുത്തിട്ട് ഒരു സ്പൂണോട് കൊട്ടി നോക്കുക. അപ്പോൾ സൗണ്ട് കേൾക്കാൻ പറ്റുമെന്നാണ്. യെസ്. ത്രൂ വിച്ച് മീഡിയം ഡിഡ് സൗണ്ട് ട്രാവൽ ഇൻ ദിസ് കേസ്? ഈ ഒരു കേസിൽ ഏതിലൂടെയൊക്കെയാണ് സൗണ്ട് ട്രാവൽ ചെയ്തത്? വാട്ടർ ആൻഡ് എയർ. വാട്ടറിലൂടെ എയറിലൂടെയാണ് ട്രാവൽ ചെയ്തത്. വാട്ട് ഈസ് ദ ഇൻഫറൻസ് ഫ്രം ദിസ് ആക്ടിവിറ്റി? ഈ ആക്ടിവിറ്റിയിൽ നിന്നുള്ള ഇൻഫറൻസ് എന്താണ്? സൗണ്ട് ക്യാൻ ട്രാവൽ ത്രൂ ലിക്വിഡ്സ്. സൗണ്ട് ക്യാൻ ട്രാവൽ നോട്ട് ഓൺലി ത്രൂ ഗ്യാസസ് ബട്ട് ഓൾസോ ത്രൂ ലിക്വിഡ്സ് ആൻഡ് സോളിഡ്സ്. സൗണ്ടിന് ഗ്യാസിലൂടെ മാത്രമല്ല സോളിഡിലൂടെയും ലിക്വിഡിലൂടെയൊക്കെ ട്രാവൽ ചെയ്യാൻ കഴിയും. സൗണ്ട് നീഡ്സ് എ മീഡിയം ഫോർ ഇറ്റ്സ് പ്രൊപ്പഗേഷൻ. പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ട്രാവൽ ചെയ്യാം. അപ്പോൾ സൗണ്ടിന് ട്രാവൽ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു മീഡിയം അത്യാവശ്യമാണ്. ഇവിടെ 2 ഫിഗർ കൊടുത്തിട്ടുണ്ട്. സ്നേക്ക് യൂട്ടിലൈസ് സൗണ്ട് ട്രാൻസ്മിഷൻ ത്രൂ ദ ഫ്ലോർ ഫോർ ക്യാച്ചിങ് പ്രേ ആൻഡ് സെൽഫ് ഡിഫെൻസ്. സെൽഫ് ഡിഫെൻസിന് വേണ്ടിയും അതേപോലെ ഇര പിടിക്കാൻ വേണ്ടിയിട്ടും സ്നേക്ക്, പാമ്പ് യൂസ് ചെയ്യുന്നത് സോളിഡ്സിൽ അല്ലെങ്കിൽ ഫ്ലോറിലൂടെയുള്ള സൗണ്ടിൻ്റെ ട്രാൻസ്മിഷനാണ്. അതേപോലെ അക്വാട്ടിക് ആനിമൽസ് സച്ച് ആസ് ഡോൾഫിൻ ആൻഡ് വെയിൽസ് കമ്മ്യൂണിക്കേറ്റ് ബൈ സൗണ്ട് ട്രാൻസ്മിഷൻ ത്രൂ സീ വാട്ടർ. സീ വാട്ടറിലൂടെയുള്ള സൗണ്ട് ട്രാൻസ്മിഷൻ വഴിയാണ് ഡോൾഫിനും വെയിൽസൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇത് ഓൾറെഡി കഴിഞ്ഞ 8th സൗണ്ടിൻ്റെ ചാപ്റ്ററിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ ഒരു ഏരിയ ഒക്കെ. വൈ ഡു അസ്ട്രോണറ്റ്സ് യൂസ് എ റേഡിയോ സിസ്റ്റം ടു ടോക്ക് ഈച്ച് അതർ? അതായത് അസ്ട്രോണറ്റ്സൊക്കെ പരസ്പരം സംസാരിക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് റേഡിയോ സിസ്റ്റം യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം, സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഈസ് നോ എയർ ഇൻ ദ സ്പേസ്, ദോ സൗണ്ട് ക്യാൻ നോട്ട് പ്രൊപ്പഗേറ്റ്. അതുകൊണ്ട് അവിടെ സൗണ്ടിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി നമുക്കറിയാം സൗണ്ട് നീഡ്സ് എ മീഡിയം ഫോർ ഇറ്റ്സ് പ്രൊപ്പഗേഷൻ. സൗണ്ടിന് ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു മീഡിയം അത്യാവശ്യമാണ്. അപ്പോൾ സ്പേസിൽ മീഡിയം ഇല്ലാത്തത് കൊണ്ട്, എയറില്ല, ഒരു മീഡിയം ഇല്ലാത്തത് കൊണ്ട് തന്നെ സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ കഴിയില്ല.
അതുകൊണ്ട് അസ്ട്രോണോട്സൊക്കെ റേഡിയോ സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ഇതോടുകൂടി ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. ഇതൊരു കുഞ്ഞു ചാപ്റ്ററാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.